ഹായ് ഗായ്സ്, ഞാനിപ്പോ ലൈവിൽ വന്നത് 200 റുപ്യ. എന്തായാലും നമ്മുടെ ചെറിയൊരു ജോലിയായാലും 200 റുപ്യ കിട്ടും. ഇവിടെ അഞ്ചന 200 റുപ്യ കിട്ടും. ആ 200 റുപ്യക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഇസ്തിരി ഇടണം, ഷർട്ട് ഇസ്തിരി ഇടണം. പിന്നെ ഷർട്ട് ഇസ്തിരി ഇടുക. പിന്നെ കുടുക്ക് കൊണ്ടുവരാൻ പോവുക, നൂല് കൊണ്ടുവരാൻ. നമ്മളെ കൊണ്ട് കഴിയുന്ന പണി ഒരു ചേട്ടൻ നമ്മക്ക് തരുമ്പോൾ അത് ചെറിയൊരു ജോലി, അതിൽ ഒരു 200 റുപ്യ കിട്ടി, അത് വലിയൊരു സന്തോഷമുള്ളതാണ്. ഒരു 200 റുപ്യ കിട്ടി പറഞ്ഞാൽ ഇന്ന് അത് പിന്നെ റീചാർജ് എല്ലാം ചെയ്യണം. ഇത് ഈ 200 റുപ്യ നമ്മൾ എടുത്തു വെച്ച് പിന്നെ എടുത്തു വെക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വരുമാനം എത്തിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഫണ്ട് സ്കോളർഷിപ്പ്, അത് നമ്മൾ എടുത്തു വെക്കും. സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ എടുത്തു വെക്കും. അതും നമ്മുടെ ഈ ചെറിയ വരുമാനം. പിന്നെയാണ് എൻ്റെ യൂട്യൂബ്, അത് വിജയിച്ച് വരുന്നുള്ളൂ. കുറേ ആൾക്കാർ അത് കാണുന്നുണ്ട്. അത് വിജയിച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് മാസം സാലറി കിട്ടും. അങ്ങനെയാണ് അത് തുടങ്ങിയത്. ഇന്ന് ഇപ്പോൾ ചെറിയൊരു തൊഴിൽ, ആ ഒരു തൊഴിൽ പറഞ്ഞാൽ ചെറിയൊരു വരുമാനം. ഇതാണ് ഞങ്ങളെ എൻ്റെ ബുദ്ധിമുട്ടുകളും സംഘടനകളും കുടുക്കുകളും ഞാൻ നിങ്ങളോട് ഈ വീഡിയോ പറയുന്നത്. 200 റുപ്യ കിട്ടി കഴിഞ്ഞാൽ ഒരു ചെറിയ ജോലി കിട്ടി, അൽഹംദുലില്ലാ കിട്ടി, പോകണം. പിന്നെ ഇതും കാട്ടിയും ഒരുപാട് ജോലി കിട്ടാത്ത വേറെ വീട്ടിലൊക്കെ പാത്രം പോകണം, നിങ്ങൾ കാണില്ലേ? ഇതുപോലെ ആളുകൾ, ഇതുപോലത്തെ പെൺകുട്ടികൾ വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യുന്നത്. പാത്രം മോറി, അതിൽ തിരുമ്പി, അതിൽ തുടക്കാൻ പോയി, അവിടുന്ന് കിട്ടുന്ന വരുമാനത്തോണ്ട് അവരെ ഉമ്മനെയും ഉപ്പനെയും നോക്കുന്ന പെൺകുട്ടികൾ. ഇപ്പം നമുക്ക് ചെറിയൊരു തൊഴിൽ കിട്ടി പറഞ്ഞാൽ ചെറിയൊരു ജോലി, ടൈൽ ഷോപ്പിൽ മയപ്പില്ലാത്ത ഇസ്തിരി ഇടുക, നൂല് കൊണ്ടുവരിക, വട്ടമായി കൊണ്ടുവരിക, പിന്നെ അടിക്കാൻ കൊണ്ടുപോവുക. 200 പെട്ടി. മറ്റുള്ള ആൾക്കാർക്ക് ഈ എന്താ പറയുക, കുത്തിരിപ്പ് ഉണ്ടാക്കാൻ റെഡിയാ അല്ലേ? കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് ഒരു പാകം ആളുകളെ പടച്ചാണ്. അത് ആ സൊക്കട് മാറൂല. കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ അധികം നമ്മുടെ പൈസക്കാരായ ആൾക്കാരാണ് ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. പൈസക്കാരായ ആൾക്കാരാണ് അധികം കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, പാവപ്പെട്ടവരെ തകർത്തുന്നത്. അവരാണ് ഏതൊരു കാര്യത്തിൽ വന്ന് തകർത്താൻ വരുന്നത്. ഇപ്പം ഏതൊരു വീടിട്ടാലും തകർത്താൻ വരുന്നത് ഈ പൈസക്കാരായ മക്കൾ, കോടികളുള്ള അവരാണ് മറ്റുള്ള ലോകരന്മാരെ പിച്ച് കീറുന്നത് നമുക്ക് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായാണ് ഞാൻ ഈ പശി വരുന്നത്. അപ്പോൾ ഒരു ചെറിയ തൗല് കിട്ടിയായിരുന്നു, ചെറിയൊരു വരുമാനം നിങ്ങളല്ലെങ്കിലും ആ ചേട്ടൻ നമുക്ക് തരുമ്പോൾ അത് ആ ചേട്ടൻ്റെ ഒരു മനസ്സ് നമുക്ക് തരുന്ന 200 റുപ്യാലും നമുക്ക് ഓക്കെ. ഈ 200 റുപ്യ കിട്ടിയാൽ നമുക്ക് എന്തായി? നമുക്ക് മുന്നോട്ട് പോകാം കഴിയും, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ കരുത്ത് നമുക്ക് ഉണ്ട്. എല്ലാം പാടെ കൊണ്ടുപോകാൻ കഴിയണം. ആര് തകർത്തിയാലും ഞാൻ പറഞ്ഞ കുത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കുത്തിരിപ്പിൻ്റെ ആൾക്കാർ, തമിഴടുപ്പിക്കുന്ന ആൾക്കാർ, ഈ കുത്തിരിപ്പും ഈ തമിഴടുപ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കുത്തിരിപ്പ് പറഞ്ഞാൽ തമിഴടുപ്പിക്കുക, കുത്തിരിപ്പുണ്ടാക്കുക, ഉള്ളിൽ കൂടെ കയറി കുത്തിരിപ്പുണ്ടാക്കുന്നു. ഇതൊക്കെ ഒരേ ആളുകൾ. അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോസ് കാണണ്ട എന്നിട്ടിയാ അല്ലേ? വീഡിയോസ് കാണണ്ട, അല്ലെങ്കിൽ ലൈക്ക് അടിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണ്ട.
ഫോളോ ചെയ്യണ്ട. അങ്ങനെയൊക്കെ ആൾക്കാർ, ഈ കുത്തിരിപ്പിൻ്റെ ആൾക്കാർ ഒരുപാട് എമ്പാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുള്ള് പൈക്ക് വരും, ഒരു 50 ഒരു ശതമാനം വരെ പൈക്കുള്ള ആൾക്കാരുണ്ടാവും തകർത്താൻ വേണ്ടി വരുന്നത്. അത് ഒരു 50%, ഈ 50% പൈക്ക് വരും. അതിന് നമ്മൾ ബഹൂല. കുറേ ആൾക്കാർ നെറ്റ് നമ്പർ കൂടെ വിളിക്കും. അധികം വരുന്നത് ഗൾഫിൽ നിന്നൊക്കെയാണ് നെറ്റ് നമ്പർ. ഈ കേരളത്തിൽ അങ്ങനെ നെറ്റ് നമ്പർ ഇല്ല. അപ്പോൾ വിദേശത്തു നിന്നാണ് അധികം ഈ നെറ്റ് നമ്പർ വിളിക്കുന്നത്. അവർ വിളിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിട്ടാണ് അവർ ഈ നെറ്റ് നമ്പർ വിളിച്ചിട്ട് ഈ ഉള്ളിൽ കൂടെ കുത്തിരിപ്പുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള പയ്യന്മാരെ നമ്മൾ കണ്ടെത്താൻ എന്ത് വയ്യുള്ളത് നിങ്ങളിൽ? അങ്ങനത്തെ പയ്യന്മാരെ പിടിക്കാനുള്ള വയ്യ എന്താണ്? ഈ നെറ്റിൽ കൂടെ വിളിക്കുന്ന, മോശമായി മറ്റുള്ളവരെ തകർത്തുന്ന, അത് നിങ്ങളെ വീഡിയോ രസമില്ല, നിങ്ങളെ പാട്ട് രസമില്ല, അവർ വേണമെങ്കിൽ കണ്ടാൽ മതി. ഇപ്പം നമുക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു യൂട്യൂബിൽ തുടങ്ങി വെച്ചത്. നമുക്കൊരു യൂട്യൂബിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങി വെച്ചത്, അല്ലേ? നമ്മൾ തുടങ്ങി വെച്ചെന്താ? നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി, നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബിൽ തുടങ്ങി വെച്ചത്, അല്ലേ? അതിനാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അല്ല ഇവരെ കണ്ടിട്ടല്ലല്ലോ. അല്ല, ഇവരെ കണ്ടിട്ടാണോ? ഇവളെ കണ്ടിട്ടല്ല. നമ്മൾ തുടങ്ങി വെച്ചത് ഇവളെ കണ്ടിട്ടല്ല. ഈ പറഞ്ഞ പൈസക്കാരൊന്നും പത്തി തരുമോ? ഇല്ല. അപ്പം നമ്മുടെ വരുമാനം നമ്മളൊരു ചെറിയൊരു തൗല്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തൗല് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു വരുമാനം യൂട്യൂബ് ആയാലും, പിന്നെ തേർഡ് ഷോപ്പിലായാലും, ഷർട്ട് സ്റ്റുഡിയോ ആയാലും, കുടുക്ക് വെക്കുകയാണെങ്കിലും, നൂല് കൊണ്ടുവരികയാണെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകണ്ടേ, അല്ലേ? മറ്റുള്ളവരത് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് അധികം കുത്തിരിപ്പിൻ്റെ ആൾക്കാർ തന്നെയുണ്ട്. അവർ നല്ലത് പറയില്ല. അധികം വിജയിച്ചെത്തുന്ന ആൾക്കാർ വിളിച്ചുകൊണ്ട് കളിയാക്കുന്ന, അതിന് നമ്മുടെ പുറത്തുള്ള മലയാളികൾ വിളിച്ച് കളിയാക്കുന്ന ഇതൊക്കെ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ അവർ കാണുക. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട. പാകപ്പെട്ട പോലെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരോട് നമ്മൾ നിർബന്ധമായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർ കൈയ്യോടെ കാണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർ കാണണ്ട. ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ടും ലൈക്കും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും എത്തിച്ചെടുത്ത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഒരു 200 റുപ്യ കിട്ടിയാലും മുന്നോട്ട് പോകണം. ഇതാ 2 ദിവസമായാലും ഒരു ദിവസം കിട്ടി 200, അപ്പോൾ 2 ദിവസം കിട്ടി 200 അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ അങ്ങോട്ട് പോകണം. നിങ്ങൾ കുത്തിരിപ്പ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ചെറിയ മുതലാളിമാരെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും മുതലാളിമാരോട് ഈ കാര്യം പറഞ്ഞില്ല. ചെറിയ മുതലാളിമാർ കുത്തിരിപ്പ് ഉണ്ടാക്കാറിയുള്ളൂ. അവർ തരൂല. അവർ കുത്തിരിപ്പ് ഉണ്ടാക്കാനും മറ്റുള്ള തകർത്താനും നടക്കുന്ന അങ്ങനത്തെ മുതലാളിമാരുണ്ട്. ചെറിയ മുതലാളിമാർ കൊടുക്കും, ചെറിയ മുതലാളിമാർ കളിയാക്കും, ചെറിയ മുതലാളിമാർ കൊടുക്കും, ചെറിയ മുതലാളിമാരെ കളിയാക്കും. അങ്ങനത്തെ ഒരു സൈസുള്ള ഒരു കേരളത്തിൽ അധികം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ കുത്തിരിപ്പിൻ്റെ ആൾക്കാർ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നതാണ്. പണ്ട് കാര്യമില്ല, കുത്തിരിപ്പിൻ്റെ ആൾക്കാർ ഒരുപാടുണ്ട്. വളർന്നു വരുന്ന ലോകന്മാരെ തകർത്തുന്ന, അവരെ പേടിക്കാൻ വിടുന്ന, പെയ്ക്കിടുന്ന, അല്ലെങ്കിൽ ഒരു 60% പെയ്ക്ക് വരുന്നതും അത് നമ്മൾ കാര്യമാക്കണ്ട. അത് ഫുള്ള് പൈക്ക് വരും. അതിൽ 1% വരെ നല്ല ആൾക്കാരുണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നതും ഈ അധികാരം കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതല്ലാന്ന് ഓരോ ആളുകൾ മനസ്സിലാക്കണം. ഓക്കെ,
അത് ഓരോരുത്തരും ഓരോ കഴിവുണ്ട്. പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, ഒപ്പന കളിക്കാനുള്ള കഴിവുണ്ട്. എല്ലാത്തിനും ഓരോ കഴിവുകൾ നമ്മളെ അല്ലേ. മക്കസിന്റെ പരിപാടി ഇല്ലേ? മക്കസിന്റെ പരിപാടി മക്കസ് പറഞ്ഞാല് ഓരോ സാധനങ്ങളെ കുത്തി കഴിച്ച് കണ്ട് നന്നാക്കുക, അത് പറയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തകർത്താൻ വന്നാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. ചെറിയ മുതലാളിമാർ മനസ്സിലാക്കണം. ചെറിയ മുതലാളിമാർ കൊടുക്കും, ചെറിയ മുതലാളിമാർക്ക് അഹങ്കാരം കൂടും. അതാണ് ഒരു ഗൾഫുകാർക്കൊക്കെ പൊന്തലാണ്.